അങ്ങനെ ഇന്നും രാവിലെ തന്നെ നേരം വെളുത്തു. മറിയാമ്മയും അബിക്കുട്ടിയും കൂടി മറിയാമ്മയ്ക്ക് കിടന്ന് ബഹളമാണ്. നാച്ചൂട്ടനാണെന്നുണ്ടെങ്കിൽ പട്ടുനൂൽപ്പുഴു കൊക്കൂണിൻ്റെ ഉള്ളിലിരിക്കണവരെ മൂടി പൊതിച്ചിരുന്നിട്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ കാർട്ടൂണുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇവൻ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വെറുതെ ഇരുന്ന് ഞാനൊരു പൊട്ട ബുദ്ധിക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ ഓപ്പൺ ആക്കി. ഇവിടെ എന്ത് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ അപ്പം അറിയാമോ ഞെട്ടി ഉണരും. പിന്നെ അതിൽ നിന്നൊരു പങ്ക് അവൾക്കുള്ളതാണ്. കിച്ചണിൽ കടുക് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ വരെ അതിൻ്റെ പകുതി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ആളെന്ന് അറിയാമോ. പിന്നെ ചിപ്സായി കപ്പലണ്ടി മിഠായി ആയി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാർ കപ്പം കൊടുത്ത മാതിരിയാണ്. നമ്മളിവിടെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് അവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ അഗ്നിപർവ്വതം പുകയും. മറിയാമ്മ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അത്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിർത്താതെ സപ്ലൈ ഉണ്ടാവും. ആദ്യം നമ്മളിവിടെ ഒരു ഫൈറ്റർ ഫിഷിനെയാണ് വെച്ചിരുന്നത്. പക്ഷേ ഫിഷും മറിയാമ്മയും തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാഷ്. ഫിഷിന് ഫിഷ് ഫുഡ് കൊടുക്കുമ്പോൾ മറിയാമ്മ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ മറിയാമ്മയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവനവിടെ ചിറക്കൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാട്ടം ബഹളം അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ട് രംഗം ശാന്തമാക്കി. വീട്ടിലിരുന്ന് ഫുഡ് അടിച്ച് മടുത്ത മറിയാമ്മ പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ പുറത്തു പോകാം. അങ്ങനെ നമ്മൾ നേരെ റെഡിയായി നമ്മുടെ ചായ സ്പോട്ടിലോട്ട് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രേക്കും ആക്സിലേറ്ററും കൂടി ഒരുമിച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി സ്ക്രീൻഷോട്ട് എടുക്കുന്ന മറിയാമ്മ എന്നോട് പറഞ്ഞു. ഞാനത് അവളോട് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും മറിയാമ്മ അത് സീരിയസ് ആയിട്ട് എടുത്ത് അതിനെപ്പറ്റി വലിയ ഗവേഷണമൊക്കെ നടത്തി അതിൻ്റെ പ്രൂഫുമായിട്ടാണ് വന്നേക്കണേ. അങ്ങനെ ദാണ്ടെ ബ്രേക്കും ആക്സിലേറ്ററും കൂടി ഒറ്റ ചവിട്ട്. അതിനുശേഷം എന്നോട് സ്ക്രീനിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അവിടെ സ്ക്രീൻഷോട്ട്. അങ്ങനെ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് എന്നാലോചിച്ച് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. അതിനുശേഷം കാറിൻ്റെ ഗാലറി ഉണ്ട്, അതിലേക്ക് പോയി നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ടൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അതും കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഇന്ന് സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ടാണ് ഇട്ടേക്കണേ, അല്ലെങ്കിൽ ഇവിടെ ഇടുന്ന സംഭവമാണ് ഇന്ന് അവിടെ തന്നെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനം തോന്നി. അങ്ങനെ ആ ഒരു ആർഗ്യുമെൻറ്റിൽ മറിയാമ്മ വിജയിച്ചു എന്നതിൻ്റെ എല്ലാ അഹങ്കാരവും എന്നോടുള്ള പുച്ഛവും മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് മറിയാമ്മ അബുദാബി നഗരവീതികളിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും പറയാനും നിന്നില്ല. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ചായ സ്പോട്ടിലെത്തി. ഇതാണ് മക്കാനി. മറിയാമ്മയുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. മദീന സയ്യിദിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഈ ഒരു കഫറ്റീരിയ. നമ്മളെപ്പോൾ പുറത്തു പോയാലും ഇവിടെ പോയി ഒരു ചായയും കുറച്ച് ഫുഡും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാറുള്ളൂ. ഈ കാണുന്ന എഗ് പബ്സ് ആണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം അവിടുത്തെ. അതുപോലെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു ബഹളമാണ് കേട്ടോ. നല്ല പഴംപൊരിയും ബീഫും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്. പണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവളോട് ചോദിക്കും, എടി നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇത്തരം വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ ഈ എണ്ണയും മധുരമൊക്കെ കഴിക്കുന്നത് ഇത്ര നല്ലതാണോ എന്ന്. അപ്പം അറിയാമെന്ന് പറയും, നമ്മളിപ്പോൾ ജിമ്മിൽ പോയി കുറേ വർക്കൗട്ട് ചെയ്ത് ഒരു 500 കാലറീസ് എങ്കിലും നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാലറി ഡെഫിഷ്യൻസി വന്ന് നമ്മൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. 2 പഴംപൊരി വേഗം കുത്തിക്കയറ്റി ഫലിച്ചാന്ന് പറയും. ഇത്രയേറെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഭാര്യ കൂടെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ നമ്മൾ 70 കിലോ എന്ന് കുറഞ്ഞത് എൻ്റെ ഓർമ്മയിലില്ല. സാധാരണ നമ്മൾ അവിടെ ഇരുന്നാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത്. പുറത്ത് നല്ല ചൂടും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇന്ന് കാറിൻ്റെ ഉള്ളിലിരുന്ന് കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് കയറിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് പടർന്നു പോകാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നട്ട ഉരുളക്കിഴങ്ങും ചെറിയ മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 2 പേർ നമ്മളെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് അവിടെ കിടക്കുന്നു.